ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ആയുസ്സിനെ സംബന്ധിച്ച് പറയാവുന്ന പൊതുവായ ചില തത്വങ്ങൾ പറയാം. ഒന്നാമത്തേത്, ലഗ്നഭാവം മുതൽ തൊട്ടടുത്തുള്ള 4 രാശികളിലായി, അതായത് ലഗ്നം 2, 3, 4 എന്നീ ഭാവങ്ങളിലായി 4ൽ കുറയാതെ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ ദീർഘായുസ്സുള്ളവൻ ആയിരിക്കും. രണ്ടാമത്തേത്, 5ാം ഭാവം മുതൽ 4 ഭാവങ്ങളിലായി, അതായത് 5, 6, 7, 8 എന്നീ ഭാവങ്ങളിലായി 4 ഗ്രഹങ്ങൾ നിന്നാൽ ജാതകൻ മധ്യായുസ് ഉള്ളവൻ ആയിരിക്കും. അടുത്തത്, 9ാം ഭാവം മുതൽ 4 ഭാവങ്ങളിലായി, അതായത് 9, 10, 11, 12 എന്നീ ഭാവങ്ങളിലായി 4 ഗ്രഹങ്ങൾ നിന്നാൽ മധ്യായുസ് ലക്ഷണമാണ്. അടുത്തത്, ലഗ്നാധിപനോ ചന്ദ്ര ലഗ്നാധിപനോ സൂര്യന്റെ ബന്ധുവാണെങ്കിൽ, അതായത് ചന്ദ്രനോ ചൊവ്വയോ വ്യാഴമോ ആണെങ്കിൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനായിരിക്കും. അടുത്തത്, ലഗ്നാധിപനോ ചന്ദ്ര ലഗ്നാധിപനോ സൂര്യന് സമനായ ബുധൻ ആയിരുന്നാൽ അത് മധ്യായുസ് ലക്ഷണമാണ്. അടുത്തത്, ലഗ്നാധിപനോ ചന്ദ്ര ലഗ്നാധിപനോ സൂര്യന്റെ ശത്രുക്കളായ ശനിയോ ശുക്രനോ ആയിരുന്നാൽ ജാതകൻ അല്പായുസ്സുകാരനും ആയിരിക്കും. ലഗ്നാധിപനും അഷ്ടമാധിപനും പരസ്പരം ദൃഷ്ടി ചെയ്യുകയോ പരസ്പരം കേന്ദ്രവർത്തികൾ ആയിരിക്കുകയോ ചെയ്താൽ അല്പായുസ് ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അതായത് അല്പായുസ് ദോഷങ്ങൾ ഇല്ലാതെ ആകുന്നതാണ്. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.